കഴിഞ്ഞ ദിവസം നമ്മൾ ലീലാതിലകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ മണിപ്രവാളത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ മണിപ്രവാള എന്താണ്? കഴിഞ്ഞ ദിവസം മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് മണിപ്രവാളം എന്താണ്, അതിൻ്റെ ലക്ഷണം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മണിപ്രവാളത്തിൻ്റെ ലക്ഷണമായിട്ട് ലീലാതിലകക്കാരൻ പറയുന്നത് ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ്. ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന ലക്ഷണം അദ്ദേഹം നൽകുമ്പോഴും അദ്ദേഹം അതിന് ചില ചോദ്യങ്ങൾ, ചില അപവാദങ്ങൾ അദ്ദേഹം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ ലക്ഷണം കേൾക്കുമ്പോൾ ഒരു സഹൃദയന് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ, നമുക്ക് ചില കൃതികളൊക്കെ വായിക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാവാറില്ലേ? അതേപോലെ തന്നെ ഈ ലീലാതിലകക്കാരൻ മണിപ്രവാളത്തിന് ലക്ഷണം നൽകുമ്പോൾ തന്നെ ആ ലക്ഷണത്തിൽ ചിലപ്പോൾ സഹൃദയൻ ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങൾ അദ്ദേഹം തന്നെ ചോദിക്കുന്നു, അദ്ദേഹം തന്നെ ഉത്തരം പറയും. അദ്ദേഹം ഉന്നയിക്കുന്ന അപവാദങ്ങളിൽ ഒന്നാമത്തേത്, അദ്ദേഹത്തിന്റെ ലക്ഷണം ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളമാണെന്നിരിക്കെ സംസ്കൃതം എന്നത് ഒരു ഭാഷയാണ്. അപ്പോൾ പിന്നെ ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംശയം. ശരിയല്ലേ? സംസ്കൃതം ഒരു ഭാഷയാണ്. ആ സംസ്കൃതം ഒരു ഭാഷയാണെന്നിരിക്കെ വീണ്ടും ഭാഷാ സംസ്കൃത യോഗ മണിപ്രവാളം ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ആ സംസ്കൃതം എന്നുള്ളത് മാറ്റിയിട്ട് ഭാഷാ യോഗോ മണിപ്രവാളം എന്നാക്കിയാൽ ശരിയാവും അല്ലേ എന്ന് അദ്ദേഹം ചിന്തിച്ചു. നമ്മളോട് ചോദിക്കുകയാണ് അദ്ദേഹം, ഭാഷാ യോഗോ മണിപ്രവാളം എന്നാക്കാം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഭാഷാ യോഗോ മണിപ്രവാളം എന്ന് പറഞ്ഞാൽ ഭാഷകളുടെ യോഗമാണ് മണിപ്രവാളം എന്ന് വരും. അപ്പൊ ഏതൊക്കെ ഭാഷയാണെന്നോ എത്ര ഭാഷയാണെന്നോ ഒന്നും അതിനകത്ത് വ്യക്തമല്ല. ഏതൊക്കെയോ ഭാഷകൾ ചേരാം, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ചേരാമെന്ന് വരും. അപ്പൊ അതിലും ഒരു കൃത്യതയോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും അതിനെ ഒന്ന് വേറൊന്നായിട്ട് ചിന്തിച്ചു. കാരണം രണ്ട് എന്ന് നിശ്ചയമായിട്ടും പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ ഭാഷാ സംസ്കൃതം എന്ന് പറയുമ്പോൾ ഭാഷയും സംസ്കൃതം എന്ന് പറയുമ്പോൾ രണ്ട് ഭാഷയാണ് അതിൽ വന്നിരിക്കുന്നത്. രണ്ടെന്ന് അതിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ഇതിൽ ഭാഷാ യോഗോ മണിപ്രവാളം എന്ന് വരുമ്പോൾ രണ്ട് ഭാഷ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ട് എന്ന് വന്നാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഭാഷ യോർ യോഗോ മണിപ്രവാളം എന്നാക്കാം. ശരിയാണ്, യോർ ഭാഷ യോർ എന്ന് പറയുമ്പോൾ രണ്ട് ഭാഷകളുടെ യോഗമാണ് മണിപ്രവാളം എന്ന് വരും. അപ്പോൾ രണ്ട് ഭാഷകളുടെ യോഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് ഭാഷകളുടെ യോഗം എന്ന് അവിടെ അർത്ഥം സിദ്ധിക്കും. അപ്പൊ അത് പ്രശ്നമാവും. സംസ്കൃതമാവാം, മലയാളമാവാം, തമിഴാകാം, ഇഷ്ടപ്പെട്ട ഭാഷകളുടെ യോഗം എന്ന് വരും. ഏതെങ്കിലും രണ്ട് ഭാഷകൾ അവിടെ ചേർന്നാൽ മതിയെന്നാവും. പക്ഷെ അതും ശരിയാവത്തില്ല. മണിപ്രവാളമാകണമെങ്കിൽ അതിന് നിശ്ചിതമായ ഭാഷയുടെ ക്രമമുണ്ട്. രണ്ട് ഭാഷയാകാവുള്ളൂ. അതാണ് ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന കൃത്യമായ ഒരു ലക്ഷണത്തിലേക്ക് അദ്ദേഹം എത്താൻ കാരണം. അതുകൊണ്ട് നമ്മുടെ സംശയങ്ങളെല്ലാം അവിടെ തന്നെ തീർന്നു. അദ്ദേഹം അവസാനം ഒരു കൃത്യമായ ഒരു ലക്ഷണത്തിലെത്തി, ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം. ഭാഷയുടെയും സംസ്കൃതത്തിൻ്റെയും യോഗമാണ് മണിപ്രവാളം. മണിപ്രവാള ലക്ഷണത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥത്തിലേക്ക് നമുക്കിനി പോകാം. ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം. അപ്പോൾ ആദ്യത്തെ വാക്ക്, ആദ്യത്തെ പദം ഭാഷ എന്നാണ്. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഭാഷ എന്നാണ് അർത്ഥം. അതായത് പണ്ട് നമ്മുടെ മലനാട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷ, മലനാട്ട് തമിഴിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ. നമ്മൾ അന്ന് എന്താണോ, അതായത് ലീലാതിലകം നിർമ്മിച്ചത് 14-ാം നൂറ്റാണ്ടിലാണ്. ഈ 14-ാം നൂറ്റാണ്ടിൽ നിലവിലിരുന്ന അന്നത്തെ ജനങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷ ഏതാണോ ആ ഭാഷയാണ് ഇവിടെ കേരള ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കുക, എന്നാ പിന്നെ കേരള ഭാഷ സംസ്കൃത യോഗം എന്ന് പറയായിരുന്നല്ലോ? വേണ്ട. കാരണം കേരള ഭാഷയ്ക്ക് ഭാഷ എന്നത് രൂഢിയാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരള ഭാഷ എന്ന് തന്നെയാണ്. പിന്നെ കേരള ഭാഷ എന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താ? നമ്മൾ സാധാരണ പറയാറുണ്ട് മീൻ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിന്നുന്നതിനെയാണ് നമ്മൾ മീൻ എന്ന് പറയുന്നത്. എന്നാൽ മിന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം മീനെന്നാണോ നമ്മൾ വിളിക്കുന്നത്? അല്ലല്ലോ. അതേപോലെ മലയജം എന്ന് ചന്ദ്രത്തെ വിളിക്കുന്നുണ്ട്. മലയജം എന്ന് പറഞ്ഞാൽ മലയിൽ ജനിക്കുന്നതാണ്. അപ്പോൾ അത് ചന്ദ്രത്തിന് മാത്രമാണ് നമ്മൾ ആ ഒരു പര്യായം കൊടുക്കുന്നത്. എന്നാൽ മലയിൽ ഏതെല്ലാം ചെടികൾ ജനിക്കുന്നുണ്ട്, മലയിൽ എന്തെല്ലാം വസ്തുക്കൾ ജനിക്കുന്നുണ്ട്. പക്ഷെ അവയെല്ലാം നമ്മൾ മലയജം എന്നാണോ പറയുന്നത്? അല്ല, ചന്ദ്രത്തിനെ മാത്രമാണ് നമ്മൾ മലയജം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ കേരള ഭാഷയ്ക്ക് ഭാഷ എന്നത് രൂഢിയാണ്. അതുകൊണ്ട് കേരള ഭാഷ എന്ന് എടുത്ത് പറയേണ്ട ഭാഷ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. ഇനി അടുത്തത് സംസ്കൃത യോഗം എന്നാണ്. സംസ്കൃതം എന്ന് പറഞ്ഞാൽ കേവലം സംസ്കൃത പദങ്ങളല്ല, വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളായിരിക്കണം.
അതായത് സംസ്കൃതത്തിലെ വിഭക്തി പ്രത്യയം ചേർന്നിട്ടുള്ള പദങ്ങളായിരിക്കണം. വിഭക്തി എന്ന സംസ്കൃത പദങ്ങളായിരിക്കണം ഇതിൽ ചേർക്കുന്നത്. അപ്പൊ കേരള ഭാഷയായി, വിഭക്തി എന്ന സംസ്കൃത പദമായി. അടുത്തത് യോഗോ. യോഗം. യോഗം എന്നാൽ ചേർച്ച എന്നാണ്. എങ്ങനെയുള്ള ചേർച്ച ആയിരിക്കണം എന്നാണ് പറയുന്നത്. യോഗത്തിനും ഒരു ലക്ഷണം അദ്ദേഹം പറയുന്നുണ്ട്. യോഗ സന്നാഹ സഹൃദയ ഹൃദയാവർജന വിഷയ. യോഗ സന്നാഹ സഹൃദയ ഹൃദയാവർജന വിഷയ. അതായത് സഹൃദയന്റെ ഹൃദയത്തെ ആവർജനം ചെയ്യാൻ, ആകർഷിക്കാൻ കഴിവുള്ള തരത്തിലുള്ള സന്നാഹം, ഒരുക്കമായിരിക്കണം യോഗം എന്ന് പറയുന്നത്. അപ്പൊ സഹൃദയൻ, നമ്മളത് വായിക്കുമ്പോൾ, ഒരു കൃതി വായിക്കുമ്പോൾ അത് സഹൃദയന്റെ ഹൃദയത്തെ ആകർഷിക്കണം. അതുപോലെയുള്ള ഒരുക്കങ്ങൾ അതിലുണ്ടായിരിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ യോഗം എങ്ങനെയായിരിക്കണം? ദോഷരഹിതമായിരിക്കണം, ഗുണസഹിതമായിരിക്കണം, രസ അലങ്കാരയുക്തമായിരിക്കണം. രസമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? യോഗം വരെയുള്ളൂ. ഇനി വൃത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. വസന്ത തിലകാദി, വസന്ത തിലകം പോലെയുള്ള സംസ്കൃത വൃത്തമായിരിക്കണം മണിപ്രമാണത്തിൽ രചിക്കേണ്ടത്, ഉണ്ടായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ, ഇത്രയും കാര്യങ്ങൾ ചേർന്നെങ്കിൽ മാത്രമേ ഒരു നല്ല മണിപ്രവാളമാവുള്ളൂ. ഇതാണ് ലീലാതിലകക്കാരൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് കേരള ഭാഷയാണ്. ഭാഷ എന്ന് പറയുന്നത് വിഭക്തി എന്ന സംസ്കൃത പദമാണ്, സംസ്കൃതം എന്ന് വിവക്ഷിച്ചിരിക്കുന്നത്. ഈ യോഗ എന്ന് പറഞ്ഞാൽ, യോഗ എന്ന് പറഞ്ഞാൽ യോഗ സന്നാഹ സഹൃദയ ഹൃദയാവർജന വിഷയ. സഹൃദയന്റെ ഹൃദയത്തെ ആവർജനം ചെയ്യുവാൻ തക്ക വിധത്തിലുള്ള ഒരുക്കമായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുന്നുള്ളൂ? ഒരു മണിപ്രവാളം ആകുന്നുള്ളൂ. ഇതാണ് മണിപ്രവാളത്തിന്റെ ലക്ഷണവും അതിന്റെ ഓരോ പദത്തിന്റെയും വിശദീകരണവും. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതില് മണി എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാഷയാണ്, കേരള ഭാഷയാണ് മണി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രവാളം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് സംസ്കൃതത്തിനെയാണ്, വിഭക്തി എന്ന സംസ്കൃത പദത്തിനെയാണ്. അപ്പൊ മണി പ്രവാളം എന്നത് മാണിക്യം, പവിഴം എന്നീ അർത്ഥത്തിലാണ്. അതായത് ഒരു നൂലില് ഒരേ നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള മാണിക്യവും പവിഴവും ഇടകലർത്തി കൊരുക്കുമ്പോൾ അതിന് എത്രമാത്രം ശോഭയായിരിക്കും. പക്ഷെ അതിനെന്തെങ്കിലും നിരപ്പുകൾ ഉണ്ടായൊരു അഭംഗിയായിരിക്കും. അതുപോലെ ആയിരിക്കണം മണിപ്രവാള കൃതികൾ. മണിപ്രവാള കൃതിയിൽ ഉപയോഗിക്കുന്ന ഭാഷയും നമ്മൾ പറഞ്ഞതുപോലുള്ള കേരള ഭാഷയും വിഭക്തി എന്ന സംസ്കൃത പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒരു നൂലില് മാണിക്യവും പവിഴവും ഇടകലർത്തി കൊരുക്കുമ്പോൾ എത്ര ഭംഗിയാണോ ഉണ്ടാകുന്നത്, അതേപോലെ ഒരു നിരപ്പുകേടില്ലാത്ത വിധത്തിലായിരിക്കണം എന്ത് ഒരു മണിപ്രവാള കൃതി രചിക്കേണ്ടത്. മണിപ്രവാളം രചിക്കേണ്ടത് അങ്ങനെയാണ് എന്നാണ് ലീലാതിലകക്കാരൻ പറയുന്നത്. ചില ലഘുവാക്യങ്ങളിലെ സന്നാഹം സാഹചര്യം കൊണ്ടും സിദ്ധിക്കും. ചില ലഘുവാക്യങ്ങളിൽ, അതായത് ചിലപ്പോഴൊക്കെ നമുക്ക് പ്രഭാഷണങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ, സരസമായിട്ട് നല്ല രസമായിട്ട് നമ്മൾ പ്രഭാഷണങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചില ലഘുവാക്യങ്ങളൊക്കെ ഉപയോഗിക്കും. ചന്ദനം കൊണ്ട, ചന്ദനം എന്ന് പറയുന്നത് സംസ്കൃതമാണ്, കൊണ്ട എന്നത് മലയാളം. പക്ഷേ ആ ഒരു ചന്ദനം കൊണ്ട എന്ന ആ ഒരു ലഘുവാക്യം അത് അതിൻ്റെ മുമ്പോ പിമ്പോ മറ്റൊരു വാക്യങ്ങളും പ്രയോഗിക്കാതെ വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് നമുക്കൊരു ആകർഷകത്വം ഉണ്ടാവുന്നില്ല. എന്നാൽ അതിന്റെ തൊട്ട് മുമ്പോ പിമ്പോ വരുന്ന വാക്യങ്ങളുള്ള സാഹചര്യം കൊണ്ട് ഈ ചന്ദനം കൊണ്ട എന്ന് പറയുന്ന വാക്കിന് അല്ലെങ്കിൽ ലഘുവാക്യത്തിന് സഹൃദയ ഹൃദയ ആഹ്ലാദകത്വം ഉണ്ടാവാം, ഒരു ആകർഷകത്വം വരാം. അതുപോലൊരു വാക്കുകളാണ് ആയിലാഗമ്യത, കിഞ്ചിത് പുളിങ്കുരു വർപ്പയതി എന്ന് വരുന്ന വാക്കുകളൊക്കെ. ഈ ഇത്തരം ലഘുവാക്യങ്ങളൊക്കെ അതിന്റെ തൊട്ട് മുമ്പോ പിമ്പോ വരുന്ന വാക്യങ്ങളുടെ സാഹചര്യം കൊണ്ട്, സന്ദർഭം കൊണ്ട് ഇവയ്ക്ക് നമുക്ക് എന്തുണ്ടാവും? സഹൃദയ ഹൃദയ ആഹ്ലാദകത്വം വരാം. ചില ഗദ്യങ്ങളോ പദ്യങ്ങളോ അല്ലെങ്കിൽ ഇവ രണ്ടും ഇടകലർന്ന് വരുന്ന ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്തൊക്കെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് ലഘുവാക്യങ്ങളായിട്ട് മാത്രം ഉപയോഗിക്കുമ്പോൾ അതിന് മണിപ്രവാളത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ സഹൃദയ ഹൃദയ ആഹ്ലാദകത്വം ഉണ്ടാവുന്നില്ല. എന്നാൽ നമ്മളത് തൊട്ട് മുമ്പോ പിമ്പോ വരുന്ന വാക്യങ്ങളുടെ സാഹചര്യം കൊണ്ട് നമുക്ക് എന്തുണ്ടാവാം, അല്ലെങ്കിൽ അവയുടെ സന്നാഹം കൊണ്ട് സഹൃദയ ഹൃദയ ആഹ്ലാദകത്വം ഉണ്ടാവും. അപ്പോൾ നമുക്കതിനെ ഒരു മണിപ്രവാളത്തിൻ്റെ നമുക്കതിനെ കാണാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കതിനെ മണിപ്രവാളമായിട്ട് കാണാൻ സാധിക്കത്തില്ല, അത് മണിപ്രവാളമാകുന്നില്ല. പുനരുക്തം, ഗ്രാമ്യം തുടങ്ങിയ ദോഷങ്ങളൊക്കെ നമുക്കതിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ സാഹചര്യം ഇല്ലെങ്കിൽ, അതായത് മുൻപുള്ള വാക്യങ്ങളുടെ ആ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ചന്ദനം കൊണ്ട എന്നുപോലുള്ള പദങ്ങൾക്ക് അത് മണിപ്രവാളം ആകുന്നില്ല. മാത്രമല്ല പുനരുക്തം, ഗ്രാമ്യം തുടങ്ങിയ ദോഷങ്ങളും അവയ്ക്ക് സിദ്ധിക്കുന്നതായിരിക്കും. ഇനിയും നമുക്ക് മറ്റൊന്ന് നമ്പ്യാൻ തമിഴ് കേട്ടിട്ടുണ്ടാവും. നമ്പ്യാൻ തമിഴ്, ആലത്തൂർ മണിപ്രവാളം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ നമ്പ്യാൻ തമിഴ്? നമ്പ്യാന്മാർ കൂത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഭാഷയാണ്. തമിഴിനെയാണ് നമ്മൾ നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്നത്.
എന്നാൽ ഈ നമ്പ്യാൻ തമിഴ് ഗുണസഹിതമാണ്, ദോഷരഹിതമാണ്, രസാലങ്കാരങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ നമ്പ്യാൻ തമിഴിനെ മണിപ്രവാളമായിട്ട് കണക്കാക്കാറില്ല. നമ്മൾ സാധാരണ പറഞ്ഞെന്താണ്, ഗുണസഹിതമായിരിക്കണം, ദോഷരഹിതമായിരിക്കണം, രസാലങ്കാരങ്ങളെല്ലാം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്കൃതവും മലയാളവും കേരള ഭാഷയും ഒക്കെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്പ്യാൻ തമിഴ് മണിപ്രവാളമല്ലാത്തത്? അതിലുപയോഗിച്ചിരിക്കുന്ന എന്തല്ല, വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളല്ല. നമ്മൾ ലക്ഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ എന്നാണ്. എന്നാൽ നമ്പ്യാൻ തമിഴിൽ ഉപയോഗിക്കുന്നത് വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളല്ല. അതുകൊണ്ടാണ് നമ്പ്യാൻ തമിഴിനെ മണിപ്രവാളമായിട്ട് കണക്കാക്കാത്തത്. അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് ആലത്തൂർ മണിപ്രവാളം. ആലത്തൂർ മണിപ്രവാളം എന്ന് പറയുമ്പോൾ മണിപ്രവാളം എന്നാണ് അതിനെ പ്രയോഗിക്കുന്നത് എങ്കിൽ കൂടിയും അതിനെ നമ്മൾ മണിപ്രവാളത്തിന്റെ ഗണത്തിൽ കൂട്ടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആലത്തൂർ മണിപ്രവാളം ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്. വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ എന്തായിരിക്കും കൂടുതൽ പറയുക, ചികിത്സകളെ പറ്റിയും അതിൻ്റെ മരുന്നുകളെ പറ്റിയും ഒക്കെ ആയിരിക്കും അതിൽ വിശദീകരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് എന്ത് രസമാണ് ഉള്ളത്? പ്രത്യേകിച്ച് രസം വല്ലതും ഉണ്ടോ? അപ്പൊ രസമില്ല, രസം കുറവാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ആലത്തൂർ മണിപ്രവാളത്തിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നില്ല, മണിപ്രവാളമായിട്ട് കണക്കാക്കുന്നില്ല. രസികന്മാർക്ക് രസിക്കാൻ ഉതകുന്നതായിരിക്കണം, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. നമുക്കൊരു ഗ്രന്ഥം വായിക്കുമ്പോൾ രസിക്കണം. എന്നാൽ എല്ലാവരും രസം ആഗ്രഹിക്കുന്നവരല്ല എങ്കിൽ കൂടിയും രസികന്മാരെ രസിപ്പിക്കത്തക്ക വണ്ണമുള്ള രസമൊന്നും എന്തിലില്ല, ആലത്തൂർ മണിപ്രവാളത്തിലില്ല. അതുകൊണ്ടാണ് ആലത്തൂർ മണിപ്രവാളത്തിനെ നമ്മൾ മണിപ്രവാളമായിട്ട് കണക്കാക്കാത്തതിന് കാരണം. മനസ്സിലായല്ലോ? മണിപ്രവാളത്തിൽ അതിപ്രസിദ്ധവും സുകുമാര അക്ഷരവുമായ സംസ്കൃത പദങ്ങളാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമരന്മാർ ഉപയോഗിക്കാത്തത്, പാമരന്മാരല്ലാത്തവർ ഉപയോഗിക്കുന്നതായിരിക്കണം, അപാമരന്മാർ ഉപയോഗിക്കുന്നതായിരിക്കണം അതിലുപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. സാധാരണക്കാർ ഉപയോഗിക്കുന്നത് ആവരുത്, പാമരന്മാരല്ലാത്തവർ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കണം നമ്മളതിൽ പ്രയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ മണിപ്രവാളം ആകുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ലീലാതിലകകാരൻ ഒരു മണിപ്രവാളത്തിൽ ഉണ്ടായിരിക്കേണ്ട അതിൻ്റെ ലക്ഷണം, അതിൻ്റെ വിശദീകരണങ്ങൾ, അതെങ്ങനെയായിരിക്കണം എന്ന് പറയും. അതിനോടൊപ്പം നമ്പ്യാൻ തമിഴും ആലത്തൂർ മണിപ്രവാളം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി മണിപ്രവാളത്തിൻ്റെ വിഭജനങ്ങളുണ്ട്, അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.